ഇസ്രായേലിന്റെ രാഷ്ട്രീയ സിരകളെ വിറപ്പിക്കുന്ന അത്യപൂർവവും സങ്കീർണവുമായ ഒരു നിയമയുദ്ധത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. വർഷങ്ങളായി നീണ്ടുനിൽക്കുന്ന അഴിമതിക്കേസുകളുടെ നിഴലിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രക്ഷിക്കാൻ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് തന്റെ സവിശേഷ അധികാരം ഉപയോഗിക്കുമോ എന്ന ചോദ്യം ഇസ്രായേലിനെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. കേവലം ഒരു വ്യക്തിയുടെ വിധിയെന്നതിലുപരി ഇസ്രായേലെന്ന ജനാധിപത്യ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ നിഷ്പക്ഷത പരിശോധിക്കപ്പെടുന്ന ഒരു അഗ്നിപരീക്ഷയായാണ് ലോകമിതിനെ നോക്കിക്കാണുന്നത്. വിചാരണ നേരിടുന്ന ഒരു ഭരണാധികാരിക്ക് പ്രസിഡന്റ് മാപ്പ് നൽകുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായതിനാൽ ഈ നീക്കം ഭരണഘടനാപരമായ വലിയൊരു പ്രതിസന്ധിക്കാണ് വഴിതുറന്നിരിക്കുന്നത്. ഈ വിഷയത്തിലെ ഏറ്റവും വലിയ കൗതുകം, ഒരു വശത്ത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കായി ഈ മാപ്പ് അനിവാര്യമാണെന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ അത് നിയമവാഴ്ചയുടെ അന്ത്യമാണെന്ന് മറുവിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു എന്നതാണ്. കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന നെതന്യാഹുവിന് പ്രസിഡന്റ് ഔദ്യോഗികമായി മാപ്പ് നൽകിയാൽ അത് ഇസ്രായേലിലെ ജനകീയ പ്രതിഷേധങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. നിയമത്തിനു മുന്നിൽ സാധാരണക്കാരനും പ്രധാനമന്ത്രിയും ഒരുപോലെയാണോ, അതോ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി നിയമം വഴിമാറുവോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണിപ്പോൾ ഇസ്രായേൽ ജനതയും ആഗോള രാഷ്ട്രീയ നിരീക്ഷകരും. റിപ്പോർട്ടുകൾ പ്രകാരം പ്രസിഡന്റ് വസതിയിൽ ഇരുവിഭാഗങ്ങളുടെയും നിയമപ്രതിനിധികളെ വിളിച്ചുചേർത്ത് പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാനുള്ള നീക്കമാണ് നടന്നത്. നെതന്യാഹുവിന്റെ അഭിഭാഷകരും അറ്റോർണി ജനറലിന്റെ ഓഫീസും സ്റ്റേറ്റ് പ്രോസിക്യൂഷനും ഉൾപ്പെടുന്ന വൃത്തങ്ങളുമായി ആശയവിനിമയം ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു സാധാരണ നിയമനടപടി മാത്രമല്ല എന്ന സൂചനയാണ് നൽകുന്നത്. എങ്കിലും പ്രസിഡന്റിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത് ഇത് ഉടൻ മാപ്പ് നൽകാനുള്ള തീരുമാനമല്ല, മറിച്ച് ഒരു ധാരണയിലെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന ആദ്യഘട്ട ചർച്ചകളാണ് എന്നതാണ്. എന്നിരുന്നാലും ഇസ്രായേൽ പോലൊരു രാജ്യത്ത് പ്രധാനമന്ത്രിക്കെതിരായ വിചാരണയ്ക്കിടയിൽ ഇത്തരമൊരു നീക്കം സ്വാഭാവികമായും വൻ രാഷ്ട്രീയ തരംഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ കേസുകൾ ഇസ്രായേൽ ചരിത്രത്തിൽ അപൂർവമാണ്. അധികാരത്തിലുള്ള പ്രധാനമന്ത്രിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ടതുതന്നെ വലിയ സംഭവമായിരുന്നു. അദ്ദേഹത്തിനെതിരെ 3 പ്രധാന കേസുകളാണ് നിലവിലുള്ളത്: കേസ് 1000, കേസ് 2000, കേസ് 4000. ഇവയെല്ലാം രാഷ്ട്രീയ അധികാരം, മാധ്യമസ്വാധീനം, ധനിക വ്യവസായികളുമായുള്ള ബന്ധം, വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. നെതന്യാഹു എല്ലാ കുറ്റാരോപണങ്ങളും നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വിചാരണ വർഷങ്ങളായി തുടരുകയും രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയെപ്പോലും ബാധിച്ചിട്ടുമുണ്ട്. കേസ് 1000-ൽ പ്രമുഖ വ്യവസായികളായ അർണോൺ മിൽച്ചൺ, ജെയിംസ് പാക്കർ എന്നിവരിൽ നിന്ന് വിലകൂടിയ സമ്മാനങ്ങൾ, സിഗാർ, ഷാമ്പെയിൻ, മറ്റ് ആഡംബര വസ്തുക്കൾ സ്വീകരിച്ചുവെന്നാണ് ആരോപണം. ഇതിന് പകരമായി സർക്കാർ സഹായങ്ങൾ നൽകിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. കേസ് 2000-ൽ പ്രമുഖ പത്രപ്രവർത്തക, മാധ്യമ ഉടമയായ അർണോൺ മോസസുമായി നടന്ന സംഭാഷണങ്ങളാണ് കേന്ദ്രവിഷയം. അനുകൂല വാർത്താ കവറേജിന് പകരമായി എതിരാളി പത്രത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ചർച്ച ചെയ്തുവെന്നാണ് ആരോപണം. എന്നാൽ ഏറ്റവും ഗുരുതരമായി കണക്കാക്കപ്പെടുന്നത് കേസ് 4000 ആണ്. ബെസെക് വാല കേസ് എന്നറിയപ്പെടുന്ന ഈ കേസിൽ ടെലികോം ഭീമനായ ബെസെക് എന്ന വ്യവസായിക്ക് ഗുണകരമായ സർക്കാർ തീരുമാനങ്ങൾ എടുത്തതിന് പകരമായി വാല.com ന്യൂസ് സൈറ്റിൽ അനുകൂല വാർത്തകൾ ഉറപ്പാക്കിയെന്നാണ് ആരോപണം. ഈ കേസിലാണ് കൈക്കൂലി കുറ്റം ഉൾപ്പെടുന്നത്. അതിനാൽ തന്നെ ഇതൊരു സാധാരണ രാഷ്ട്രീയ വിവാദമല്ല, അധികാരത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ഗൗരവ നിയമപരിശോധനയായി മാറി. ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം, ഒരു വിചാരണ പൂർത്തിയാകുന്നതിനു മുൻപ് രാഷ്ട്രപതി മാപ്പ് നൽകണമോ എന്നതാണ്. നിയമപരമായി രാഷ്ട്രപതി മാപ്പ് നൽകാൻ അധികാരമുള്ളതാണെങ്കിലും അത് എപ്പോൾ, എങ്ങനെ ഉപയോഗിക്കണമെന്നതാണ് നിർണായകം. അനുകൂലികൾ പറയുന്നത് വർഷങ്ങളായി നീണ്ടുനിൽക്കുന്ന വിചാരണ രാജ്യത്തെ രാഷ്ട്രീയമായി തളർത്തിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ, യുദ്ധാവസ്ഥ, ആഭ്യന്തര വിഭജനമുള്ള സമയത്ത് ഈ കേസ് അവസാനിപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്നാണ് അവരുടെ നിലപാട്. എന്നാൽ വിമർശകർക്ക് ഇത് നിയമത്തിന്റെ മേൽ രാഷ്ട്രീയത്തിന്റെ ജയം പോലെ തോന്നുന്നു. അധികാരമുള്ള നേതാക്കൾക്ക് പ്രത്യേക ഇളവ് ലഭിക്കരുതെന്നും സാധാരണ പൗരന്മാർക്ക് ബാധകമായ നിയമം പ്രധാനമന്ത്രിക്കുമുണ്ടാകണമെന്നും അവർ വാദിക്കുന്നു. ഇസ്രായേലിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് കൂടുതൽ തീവ്രതയുമുണ്ട്. രാജ്യം ഇതിനകം നീതിഭ്യാസ പരിഷ്കാരങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള വൻ പ്രതിഷേധങ്ങൾ കണ്ടുകഴിഞ്ഞു. കോടതികളുടെ അധികാരം കുറയ്ക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിരുന്നു. അതിനിടയിൽ തന്നെ പ്രധാനമന്ത്രിക്കുള്ള മാപ്പ് ചർച്ച ഉയരുന്നത് നീതിന്യായ സംവിധാനത്തോടുള്ള ജനവിശ്വാസത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാക്കുന്നു. അതേസമയം ചില നിരീക്ഷകർ പറയുന്നത് മാപ്പ് എന്നത് കുറ്റവിമുക്തിയല്ല, മറിച്ചൊരു രാഷ്ട്രീയ ഒത്തീർപ്പിയുടെ ഉപാധിയാണ്. രാജ്യത്തെ നീണ്ട രാഷ്ട്രീയ അസ്ഥിരത അവസാനിപ്പിക്കാനുള്ള മാർഗമായി ചിലരിതിനെ കാണുന്നു. അതേസമയം മറ്റു ചിലർക്ക് ഇത് അപകടകരമായ മാതൃകയാണ്.
ഭാവിയിൽ അധികാരമുള്ളവർ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങുമ്പോൾ രാഷ്ട്രീയ കരാറുകൾ വഴി രക്ഷപ്പെടാനുള്ള വഴിയാകാമെന്ന മുന്നറിയിപ്പും ഉയരുന്നു. അവസാനം ഈ കേസ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതിലൊതുങ്ങുന്നില്ല. ഇത് ഇസ്രായേലിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങൾ എത്രത്തോളം ശക്തമാണെന്നതിന്റെ പരീക്ഷണമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് ലഭിക്കുകയോ ഇല്ലയോ എന്നതിനേക്കാൾ വലുതാണിപ്പോഴത്തെ ചോദ്യം. അധികാരവും നിയമവും തമ്മിലുള്ള രേഖ എവിടെയാണ് വരയ്ക്കപ്പെടുന്നത് എന്നതാണ്. ആ രേഖ വ്യക്തമാക്കുന്ന തീരുമാനമായിരിക്കും ഇസ്രായേൽ പ്രസിഡന്റിന്റെ അടുത്ത നീക്കം.